ഇപ്പോഴും അതായത് ഏത് റൗണ്ടിലും തന്റെ ലീഡ് നില പോത്തുകല്ല് പഞ്ചായത്ത് എണ്ണിയപ്പോൾ ഒഴികെ ബാക്കി എല്ലാ റൗണ്ടിലും തന്റെ ലീഡ് നില ഉയർത്തുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. 7587 ഇപ്പോഴത്തെ ലീഡ് നില ആര്യാടൻ ഷൗക്കത്തിൻ്റെത്. ശരി അതായത് ലീഡ് നില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ലീഡ് നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള അങ്കലാപ്പിന്റെ കാര്യമൊന്നും UDF-ന്റെ മുമ്പിലില്ല. പക്ഷേ LDF-നെ സംബന്ധിച്ച് M സ്വരാജിനെ നിലനിർത്തിക്കൊണ്ട് നേടാൻ കഴിയുമെന്ന് വിചാരിച്ച സംഗതികളിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. UDF-ന്റെ വോട്ടുകൾക്കകത്ത് ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ എന്നിവ ഭിന്നിച്ചു പോയ ഒരു ഘട്ടത്തിൽ പോലും അവരെ വീഴ്ത്താനോ ദുർബലപ്പെടുത്താനോ കഴിയാത്ത വിധം 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നതിലേക്ക് സഞ്ചരിക്കുന്നു. 7,912 വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി M സ്വരാജിനെതിരായി LDF-നെതിരായി UDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ സർക്കാരിനെതിരായിട്ടുള്ള വികാരം പൊതുവായി പ്രതിഫലിച്ചു എന്ന് കാണാം എല്ലായിടത്തും. അതായത് LDF-ന് മേൽക്കൈ ഉണ്ടെന്ന് അവർ പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ പോലും സർക്കാർ വിരുദ്ധ വികാരം പ്രവർത്തിച്ചു എന്നതിന്റെ അത് പ്രവർത്തിപ്പിക്കുന്നതിൽ UDF-ന്റെ ചിട്ടയായ പ്രവർത്തനം അവരുടെ ശരിയാവണ്ണമുള്ള മെക്കാനിസം ഗുണം ചെയ്തു എന്നാണ് കാണേണ്ട കാര്യം. മലപ്പുറവുമായി ബന്ധപ്പെട്ട വിവാദമായാലും ശരി, RSSുമായി ബന്ധപ്പെട്ട വിവാദമായാലും ശരി, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദമായാലും ശരി, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിവാദം, ഇവയെല്ലാം ചർച്ചയ്ക്ക് വന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരായി ജനങ്ങളെ അണിനിരത്തുക, അൻവറിനുള്ളത് അൻവറിന്, UDF-നുള്ളത് UDF-ന്, അങ്ങനെയാണ് വോട്ടർമാർ വീതം വെച്ച് നൽകിയത് അല്ലേ നിഷാദ്? തീർച്ചയായും PV അൻവർ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. സർക്കാരിനോട് വിയോജിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ആളാണ്. സർക്കാരിന്റെ നയങ്ങളോടുള്ള കർശനമായ വിയോജിപ്പ് രേഖപ്പെടുത്തി വന്നതിന് അൻവറിനൊരു വിഹിതം, മാന്യമായ ഒരു വിഹിതം കൊടുത്ത്, ശരി അൻവർ താങ്കൾ സൃഷ്ടിച്ചുവല്ലോ ഈ തെരഞ്ഞെടുപ്പ്, വിയോജിച്ചുവല്ലോ സർക്കാരിനോട്, അതുകൊണ്ട് സർക്കാരിനോട് വിയോജിച്ചതിന്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചതിന്റെ പേരിൽ അൻവറിന് മാന്യമായ ഒരു വിഹിതം കൊടുക്കുകയും UDF-ന് പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കാരണത്തിന്റെ ആനുകൂല്യമുണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് മറുപടി അസ്ലം ചേരുന്നു. അസ്ലം ഉണ്ടെങ്കിൽ അസ്ലം വിരുദ്ധ വികാരം ഉണ്ടായോ, അങ്ങനെ പറയാമോ? അപ്പോൾ പോയ ഘട്ടത്തിൽ മാത്രമാണ് UDF-ന് പുറകോട്ട് വന്നിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് PV അൻവർ എഫക്ട് കുറച്ച് സ്ഥലങ്ങളിൽ ചുങ്കത്തറ 1500 പ്രതീക്ഷയെടുത്ത് 2000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം വരുന്നു. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ അടുത്ത 2 കൗണ്ടുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റികളിൽ അത് LDF UDF തമ്മിലുള്ള വളരെ വ്യക്തമായ നേരിട്ടുള്ള മത്സരമാണ്. കൃത്യമായി തന്നെ ആ ഗ്യാപ്പ് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കുന്ന മണ്ഡലത്തിലുടനീളം ഭരണത്തിനെതിരായ വോട്ടുകൾ വന്നിട്ടുണ്ട്. ആ വോട്ട് എവിടെയൊക്കെ PV അൻവർ പിടിച്ചു മാറ്റിയിട്ടുണ്ടോ അവിടെ മാത്രമേ UDF-ന് കുറവ് വന്നിട്ടുള്ളൂ. 8000-ന് മുകളിലേക്ക് വന്നിരിക്കുന്നു. അതായത് ഈ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവർ പ്രതീക്ഷിച്ച ലീഡിന് അടുത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ തന്നെ വഴിക്കടവ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലേക്കും ആ ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കും. നമ്മൾ 11ാമത്തെ റൗണ്ടിൽ അല്ലെങ്കിൽ 12ാമത്തെ റൗണ്ടിൽ പ്രതീക്ഷിച്ചത് 9,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് 8,000-ലേക്ക് എത്തിയിരിക്കുന്നു. 1000 വോട്ടിന്റെ കുറവുകൾ മാത്രമേ അവിടെയുള്ളൂ. അതായത് UDF പ്രതീക്ഷിച്ച ഒരു വിജയത്തിലേക്ക് 10,000-ന് മുകളിലുള്ള വിജയത്തിലേക്ക് പോകുന്നു. 10,000-ന് മുകളിലുള്ള വിജയത്തിലേക്ക് UDF സഞ്ചരിക്കുകയാണ്.